നമസ്കാരം. ഇത് പുതിയൊരു കഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പുതിയ തിയറി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അടുത്ത സുഹൃത്ത് സഹായിച്ചതായി വിവരമെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. ഗർഭഛിദ്രത്തിനായി യുവതിക്ക് മരുന്നെത്തിച്ച് നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ വ്യവസായിയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച സൂചനയെന്നും ദേശാഭിമാനി പറയുന്നു. മുമ്പ് ആന്തൂർ സാജന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി വാർത്ത ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതേ ആന്തൂരാൻ മോഡലാണ് ഈ വാർത്തയുമെന്ന സംശയം സജീവമാണ്. ഗർഭഛിദ്രത്തിനായി ഇയാളും യുവതിയെ ഭീഷണിപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശിയായ ഇയാളും അന്വേഷക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസുകളിൽ ഇരകൾ മൊഴി നൽകാത്ത പക്ഷം ക്രൈംബ്രാഞ്ചിന് കേസ് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന വിലയിരുത്തൽ സജീവമാണ്. ഇരകൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കോടതി അറിയിക്കേണ്ടി വരും. അതിനിടയിലാണ് പുതിയ തിയറി എത്തുന്നത്. ഇതോടെ ബംഗളൂരുവിലെ ഗർഭഛിദ്ര കഥയുടെ പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതേസമയം രാഹുലിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കലും തുടരുന്നു. 10 പേരുടെ മൊഴിയാണ് അന്വേഷക സംഘം രേഖപ്പെടുത്തിയത്. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നത്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വെളിപ്പെടുത്തൽ നടത്തിയ 3 അതിജീവിതകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്ന് ദേശാഭിമാനി ഇന്ന് ഓൺലൈനിൽ നൽകിയ വാർത്തയിൽ പറയുന്നു. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശം അയച്ചു, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ സമൂഹമാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിച്ച ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരാരും പോലീസിന് മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. സമാന സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലും പൊതുവെ കാണുന്നത്. പരാതിക്കാരിൽ നിന്ന് മൊഴി ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചെങ്കിലും കാര്യമായി തെളിവ് ലഭിച്ചിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന നിലപാടിലാണ് ഇരകൾ. ഗർഭഛിദ്രം നടത്തിയ ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് ചില വിവരങ്ങൾ അന്വേഷകർ ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ ബന്ധിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. അതിനുശേഷം ഇരകളെ സമീപിച്ച് മൊഴി നൽകാൻ തയ്യാറുണ്ടോ എന്ന് അന്വേഷണ സംഘം ആരായും. തയ്യാറല്ലെങ്കിൽ കുറച്ചുനാൾ കാത്തിരുന്ന ശേഷം കേസ് എഴുതിത്തള്ളാൻ അപേക്ഷ നൽകേണ്ടതായും വരും. ഇരകളുടെ നിസ്സഹരണം അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. രാഹുലിനെതിരെ മൊഴിയും സ്ക്രീൻഷോട്ടുകളും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറിയ യുവനടിയും നിയമപരമായ നടപടിക്കില്ലെന്നാണ് അറിയിച്ചത്. ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്ന യുവതികളും പരാതി നൽകാനോ മൊഴി കൊടുക്കാനോ തയ്യാറല്ല. ഗർഭഛിദ്രം നടത്തിയ ബംഗളൂരുവിലെ ആശുപത്രി തിരിച്ചറിഞ്ഞെങ്കിലും യുവതികളുടെ നിലപാട് തിരിച്ചടിയാണെന്നും വാദങ്ങളെത്തി. ഈ സാഹചര്യത്തിൽ രാഹുൽ കേസിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും വിശദമായ നിയമോപദേശം തേടുമെന്ന് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് കിട്ടിയ ശേഷമാകും ഇനി തുടർ നടപടികൾ എന്ന വിധത്തിലായിരുന്നു മുഖ്യധാര മാധ്യമ റിപ്പോർട്ടിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് വെളിപ്പെടുത്തിയ യുവനടിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി ശേഖരിച്ചിരുന്നു. ഇതിനിടയിലായിരുന്നു പുതിയ തിയറിയും എത്തുന്നത്, അതായത് ഗർഭഛിദ്ര മരുന്നിന്റെ മറ്റൊരു വേർഷൻ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനുള്ളിലും കൂടുതൽ വിവാദമായി ആളിപ്പടരുകയാണ്. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനും തീരുമാനിച്ചത് പാർട്ടിയാണ്. ഈ തീരുമാനത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. VD സതീശനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ രാഹുൽ അനുയായികളാണ്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ നേതാക്കൾ തയ്യാറാകാത്തതും കോൺഗ്രസിൽ ഉൾപ്പോര് കെടുക്കുന്നതിന്റെ ലക്ഷണമായി വിലയിരുത്തുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണോ എന്ന ചർച്ചകളിലേക്കും പാർട്ടി കടന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളെയും തൽക്കാലം വകവെക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്.